ഹലോ ചക്കരകളെ, എന്തുണ്ട് വിശേഷം? വീഡിയോ കാണുന്നില്ല. ഞാനേ ഒരു ചില അന്ധവിശ്വാസങ്ങളുണ്ട് എനിക്ക്. അപ്പം ഞാൻ ഉപ്പിടുക ഒരു പാത്രത്തിലേക്ക്. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ അടുത്തടുത്ത് വെച്ച ഐശ്വര്യമാണെന്ന് കേട്ടോ. എന്നാൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ അടുത്തടുത്ത് വെക്കാന്ന് ഓർത്ത്. അങ്ങനെ ചില എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഒരു വട്ട് ശരിയായിരിക്കാം അല്ലേ? ശരിയാണെങ്കിലും ശരിയല്ലേലും ഞാൻ എന്തായാലും കല്ലുപ്പ്, പൊടിയുപ്പ് എല്ലാം അടുത്തടുത്ത് വെക്കുവാണേ. എന്നിട്ട് അത് അടുപ്പിൻ്റെ റൈറ്റ് സൈഡിൽ വെക്കണമെന്ന് പറഞ്ഞു. പുതിയ അറിവാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എങ്കിൽ നിങ്ങളും വെച്ചോ. മഞ്ഞൾപ്പൊടി അത് നല്ല പാത്രത്തിൽ വെക്കണം. എനിക്ക് നല്ല പാത്രമൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അരികത്തരികത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ. ഇത് മിലൻ കൊച്ചിയിൽ നിന്ന് എടുത്ത ചുരിദാറിൻ്റെ തുണിയാണ്. 2 വർഷം മുമ്പ് എടുത്ത് തയ്പ്പിച്ചതാണ്. ഇതൊക്കെ പുതിയതുപോലെ ഇരിക്കും. പക്ഷെ ഇതൊക്കെ എനിക്കിപ്പോൾ ലൂസായി, ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇതിങ്ങനെ കോട്ടനാണ്. നല്ല ചേച്ചി ഇത് എന്ത് കോട്ടനാണ് ചേച്ചി? ഇത് പ്യുവർ കോട്ടൺ. നല്ല കോട്ടനാണ്. നല്ല വിലയുണ്ടായിരുന്നു. അന്ന് 750 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു മീറ്ററിന്. ഇത് പക്ഷെ എൻ്റെ തുണികളൊന്നും അഴുക്കാകത്തില്ല ചേച്ചി. ഞാൻ അഴുക്കാക്കത്തില്ല, കഴുകത്തുമില്ല. അത് ഞാൻ എല്ലാം ഡ്രൈ ക്ലീൻ ചെയ്യത്തുള്ളൂ. എന്നിട്ട് അടിക്കടിക്കടിക്ക് ഇങ്ങനെ വെച്ചേക്കും. പിന്നെ ഒരു വട്ടം ഇട്ടത് പിന്നെ കുറേ നാൾ കഴിഞ്ഞല്ലേ ഇടുന്നത്. ഇതൊക്കെ ഇപ്പം ഇടാതിരുന്നതുകൊണ്ട് ഞാൻ എടുത്ത് ഇട്ടതാണ് ചക്കരകളെ. അപ്പോൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഈ അമ്മൂൻ്റെ കാല് വയ്യാതായി പുറത്തോട്ട് ഞാൻ അങ്ങനെ പോക്കില്ല. ഈ കുഞ്ഞാവ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്. അതാണെങ്കിൽ പുന്നാരിച്ച് വഷളായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറയില്ലേ, ഈ 2 കുപ്പികൾ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു. പിന്നെ ഞാൻ ഒരു വെള്ളം കുടിക്കുന്ന ഒരു പാത്രം മേടിച്ചു. അതായത് നമുക്ക് ഈ നാരങ്ങയൊക്കെ ഇട്ട് വണ്ണം കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. അതുകൊണ്ട് വയറൊക്കെ കുറയുന്ന ഇതിൽ. അതുകൊണ്ട് എനിക്കൊരു വൃത്തികേടൊന്നുമില്ല ഇപ്പം ചെറുതാട്ട. മറ്റേ ഇങ്ങനെ വയറ് തള്ളി നിൽക്കുമായിരുന്നു. അതൊക്കെ കുറഞ്ഞിട്ടില്ലേ. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, കുക്കുംബറും നാരങ്ങയും ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം ഇട്ടേക്കും. എന്നിട്ട് രാവിലെ മുതൽ അതാണ് കുടിക്കുന്നത്. രാത്രി ഇട്ട് വെച്ചിട്ട് അങ്ങനെ രാവിലെ ഇട്ട് വൈകുന്നേരം കുടിക്കാം. രാത്രി ഇട്ടതും രാത്രിയിലൊക്കെ ഞാൻ പലവട്ടം എഴുന്നേക്കും കുടിക്കും. എന്തായാലും വയറ്റിൽ നിന്നും നല്ലപോലെ നമുക്ക് മോഷനൊക്കെ പോകും, ക്ലിയർ ആവും. കുറച്ച് കൊളസ്ട്രോളും സാധനമൊക്കെ കുറയും തോന്നും അല്ലേ? നല്ലതാണ് എന്തായാലും. ഇരിക്കുന്നു ചക്കരകളെ. ഇതങ്ങനത്തെ ചുരിദാറാണേ. അതുകൊണ്ട് വീട്ടിലിടാൻ പുറത്തിടണമെങ്കിൽ പുറത്തിടാം. പുറത്തിട്ടുണ്ടോ നല്ല ചുരിദാറാണ്. വേറെ ഇഷ്ടം തോന്നിട്ട് എൻ്റെ എടുത്തിട്ടോ. പിന്നെ വേറെന്താ പറയാനാ? പിന്നെ വേറൊന്നും പറയാനില്ല. ചോറും കറിയൊക്കെ വെക്കാൻ പോകുന്നു. ഇന്നല്ല ഇച്ചിരി ബാലൻസ് ചോറുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ തിന്നു. ഇന്നലത്തെ ചോറ് ചൂടാക്കിയത്. ഇന്നിനി അടുത്തത് വെക്കാൻ പോകുന്നതേ ഉള്ളൂ, നാളത്തേക്കുള്ളത്. ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുപ്പി മേടിച്ചിട്ട് ഞാനത് കാണിച്ചു തരട്ടെ നിങ്ങളാ. കണ്ട പൈപ്പ് പിടിപ്പിച്ച കുപ്പി. എല്ലാവരും ചോദിച്ചു 3 മണിക്ക് എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന്. 3 മണിക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് പറയാൻ പറഞ്ഞു. 3 മണി പിന്നെ പറയാനുള്ള കാര്യം, 3 മണിക്ക് എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? 3 മണിക്ക് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൃപാസനത്തിലൊക്കെ ചെല്ലുമ്പോഴും, ഞാൻ ഒരിക്കലും ധ്യാനത്തിൽ കൃപാസനത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ, അവർ 3 മണിക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറയും. നമുക്ക് ഹിന്ദുക്കൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. കറക്റ്റ് വെളുപ്പിന് 3 മണിക്കും ഈ പകലും 3 മണിക്കും ഒക്കെ പ്രാർത്ഥിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും. നല്ല പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് കൂടുതലായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യസാധ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ അതിനൊരു ഒരുക്കവും ആ കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള ഒരുക്കവും ആവും. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനത്തെ സമയത്ത് കൃത്യം 2:50 തന്നെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കും. ഇപ്പം ഞങ്ങൾ അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് പ്രാർത്ഥന ഉണ്ടല്ലോ,
പിന്നെ അതിന് തീവ്രത കൂട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു ഞങ്ങളുടെ ഒരു വിശ്വാസം, ഒരു തരം വിശ്വാസമാണ് ഓരോന്നും. പിന്നെ പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഇന്ന് കമൻറ്റ് ഒരു സുരാജ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിരിക്കുന്നത്, വേറെ പണിയൊന്നുമില്ലേ, പിന്നെ വേഷം കെട്ടി കാശുണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന്. വേഷം കെട്ടി കാശൊക്കെ ഞാൻ സഭ്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, മോശം ഒരു വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. പിന്നെ പണിക്ക് പോയി ജീവിക്കാൻ വയ്യാണ്. പണിക്ക് പോയി തന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഹസ്ബൻഡ് പുലർത്തുന്നത് പണിക്ക് പോയി തന്നെയാണ്, വേറെ എടുക്കാതെയല്ല, ആരെയും പറ്റിച്ചും കട്ടും മുട്ടിച്ചും ഒന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക, അത്രേ എനിക്ക് പറയാനുള്ളത്. എന്നെ ഇഷ്ടമുള്ള കുറേ മഹാലക്ഷ്മികളായിട്ടുള്ള സ്ത്രീകളുണ്ട് എന്നെ ഫോളോ ചെയ്യുന്നത് കൊണ്ട്. അവർക്ക് നല്ലതല്ലാതെ ഞാൻ മോശം ഒരു കാര്യം പോലും പറഞ്ഞു കൊടുക്കാറില്ല. ഉണ്ടാ ചക്കരകളെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി വരാനും ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടണമെന്നും തളരില്ലെന്നുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലേ. എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള വിഷമങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരോട് അടുക്കുമ്പോഴേ ഓരോരുത്തരുടെയും പ്രശ്നം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി ഇല്ലേ. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെ എങ്ങനെ ഈസിയായി മറികടക്കാം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു കുടുംബിനിയായിട്ട്, നല്ല കുടുംബമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കുന്നവർക്ക്, ഇനി ഫാമിലിയായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ വേണ്ട നല്ല ഉപദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് പറയുന്നു. അല്ലാതെ മറ്റുള്ളവൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് വായിച്ചത് മറ്റുള്ളവരെ കണ്ടാവുന്നില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ സമാനതമായിട്ട് അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കതൊരു ആശ്വാസം കിട്ടും, അത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ ഞാൻ ചിരിപ്പിക്കുന്ന കഥകളൊക്കെ പറഞ്ഞത് ബോബനും മൊളിയൊന്നും വായിച്ചിട്ടല്ല, സ്വന്തമായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളത് തന്നെ പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അല്ലേ. അതിന് വേണം ദാസ ഒരു തൊലിക്കട്ടി, അതുകൊണ്ട് എനിക്ക് അല്ലേ. അത്രയേ ഉള്ളൂ. ഞാൻ നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുന്നു. പ്രാർത്ഥനയാണ് കൂടുതൽ സമയത്ത്. ഇപ്പോൾ പ്രാർത്ഥനയുടെ ഒരു മാസമാണല്ലോ, നമ്മളും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മീൻ കൂട്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ വെജിറ്റേറിയൻ, ബാക്കി എല്ലാം മാംസബുക്കുകളാണ് ദാസന്മാരെ. ഞാനൊരു മാംസബുക്കാണ്, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ വ്രതവും നോയമ്പൊന്നും എടുക്കാത്തത് കൊണ്ട് എനിക്ക് മീൻ കൂട്ടാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറച്ചിയൊന്നും ഞാൻ അങ്ങനെ കൂട്ടാറില്ല, ഒരു കഷ്ണമൊക്കെ കൂട്ടാറുള്ളൂ, അല്ലാതെ ഓവർ വലിച്ചു വാരി ഇറച്ചിയൊന്നും കഴിക്കാറില്ല കേട്ടോ. എല്ലാം ഒരു മിതമായ രീതിയിലല്ലാതെ തട്ടുന്നത്. ചോറാണ് മുഖ്യ ആഹാരം. എനിക്ക് കുറച്ച് ചോറ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു ഭക്ഷണം വേണ്ടത്തൊരു മൈൻഡായിരുന്നു. അതിപ്പോൾ കുറച്ചതുകൊണ്ടാണ് വണ്ണം കുറഞ്ഞത്. മറ്റേത് ഡ്രസ്സ് കയറാതെ വന്നപ്പോൾ ഞാൻ സ്വയമേ അത് നിർത്തി. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഷുഗറൊക്കെ കൂടിയാലും വണ്ണം കുറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ഷുഗറൊക്കെ കൺട്രോളായിട്ട് പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും തിരക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമ്മൾ സ്ത്രീകൾ എന്താ സിംഗു വീഡിയോ എടുത്ത എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഓരോരോ കാരണങ്ങളാൽ ബിസിയായി പോകുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പക്ഷേ വീഡിയോ ഇടാതിരുന്നാൽ എനിക്ക് കാശ് കിട്ടത്തില്ല, അത് വേറെ കാര്യം അല്ലേ. എപ്പോഴും നല്ല വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നാലേ നല്ല തുട്ടൊക്കെ തടയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഷോർട്സൊക്കെ ഒരുപാട് കുറവല്ലേ. പുറത്തോട്ടൊക്കെ അങ്ങനെ ഈ ചൂട് കാരണം പുറത്തിറങ്ങാൻ തോന്നില്ല. നമുക്ക് മറ്റത് പുറത്തോട്ട് ഓടണമെന്ന് തോന്നുമല്ലോ, അങ്ങനെ തോന്നുന്നേ ഇല്ല. ഈ വെയിലത്തോട്ട് നോക്കാൻ പറ്റുന്നില്ല അല്ലേ, കത്തുന്ന വെയിൽ. അതുകൊണ്ട് പുറത്തോട്ടിറങ്ങുന്നില്ല. അമ്മൂന് കാല് വയ്യാതൊക്കെ ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ പോകുന്നില്ല, വല്ലപ്പോഴും അല്ലേ പോകുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാൽ ആണ് ദാസന്മാരെ. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ഈ പാടുകളൊക്കെ ഒരു കോസ്ഗ്ലോബിൻ്റെ ക്രീമൊക്കെ ആയിട്ട് കുറേ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ വേറെ എന്ത് പറയാനാണ്. പക്ഷെ ഇപ്പോൾ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു പരിചയമുള്ളവർ, നെല്ലൂരിലൊക്കെ ചിലപ്പോൾ പരിചയമുള്ളവർ കൂടുതലായിട്ടുണ്ട്. എല്ലാം ഒരു സമാന ഏജിലുള്ള ആൾക്കാരാണ് എന്നെ കാണുമ്പോൾ ഓടി വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ചിരി വരികയല്ല. എൻ്റെയൊക്കെ ഒരു ഏജ് ഒരു 45 വയസ്സ് കഴിഞ്ഞ് 50-55 വയസ്സിൽ താഴെയുള്ള കുറേ ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. പിന്നെന്ത് പറയാനാ, പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞാൻ ഫുഡുണ്ടാക്കാൻ പോവാം. പിന്നെ ഈ മഞ്ഞൾ മിനിഞ്ഞാന്ന് മുതൽ കിട്ടിയിട്ടറിയാം. മഞ്ഞളും ഉപ്പും പിന്നെ ഭയങ്കര ഐശ്വര്യത്തിൻ്റെ ഇതാണ്.
അതുകൊണ്ട് അത് അടുപ്പിൻ്റെ വലത് ഭാഗത്ത് വെക്കണമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എടുത്ത് വെച്ചെന്തായി അതിന് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴൊരു വിശ്വാസം തോന്നി. പണ്ടൊക്കെ അമ്മയൊക്കെ അങ്ങനെ പറയും തോന്നുന്നു, അടുപ്പിൻ്റെ റൈറ്റ് സൈഡിലേക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടാകത്തില്ല, നമുക്കെപ്പോഴും സമ്പന്നതയായിരിക്കും, ഐശ്വര്യമായിരിക്കും, മനസ്സമാധാനമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വരാം. ഇരിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനം അവിടെ ഇട്ട് വെക്കുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇന്നലെ പ്രേമലു സിനിമ ഞാൻ കണ്ടതായിരുന്നു. അതിൽ ബോബന് വേണ്ടി ഇന്നലെ ബോബൻ്റെ കൂടെ ഞാൻ പോയി ഒന്നുകൂടെ കണ്ടു. ബോറടിക്കുന്നില്ല, ഒന്നുകൂടെ കണ്ടിട്ടും ആ പടം ബോറടിക്കുന്നില്ല. അങ്ങനെ കണ്ടു, നല്ല പടം. ഇനിയും വേറെ പടമൊക്കെ നല്ല സൂപ്പർ പടമൊക്കെ ഓടുന്നുണ്ടല്ലോ, അതൊക്കെ ഏതെങ്കിലുമൊക്കെ കാണുമോ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവുക. ഓക്കേ.